ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇത് ഞാൻ കടയിൽ നിന്നും വാങ്ങിച്ച ചെടിയാണ്. പുതിയ ഒരു ചെടിയാണ് ഇത്. അത് നടുന്ന ചെറിയൊരു വ്ളോഗാണ് ഇത്. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കടയിൽ നിന്നും മേടിച്ചതാണ്. കവറ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത് വലിയ മരമാകുന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇത് പിന്നെ ഒരു മരമാകുന്ന ചെടിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പൊട്ടിയ ബക്കറ്റിലാണ് ഇത് കുഴിച്ചിടുന്നത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് ഇത്. അത് പൊട്ടിയപ്പോൾ പിന്നെ അതിൽ കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ള ബക്കറ്റ് അതുകൊണ്ട് തന്നെ ഇതിലാണ് കുഴിച്ചിട്ടത്. ഇനി കുറച്ച് വെള്ളം നനച്ച് കൊടുക്കാം. ഇതിൽ പിന്നെ വിട്ടൊഴിയാതെ നിറയെ പൂവുകൾ ഉണ്ടാവും. ഈ ചെടിയുടെ അവസാന ഔട്ട്ലുക്കിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പിന്നെ നേരത്തെ നട്ടുപിടിപ്പിച്ച ചെടികളാണ്. ഇത് പിന്നെ ഒരു ചീര ഇലയാണ്. ചായമൻസ ചീര ഇലയാണ്. കുറച്ച് ഇലച്ചെടികളും കൂടെയുണ്ട്. ലൈക്ക് അടിക്കാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം. പിന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എവിടുന്നെങ്കിലും ചെടി കമ്പുകൾ കിട്ടിയാൽ അത് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുക എൻ്റെ ഒരു ഹോബിയാണ്. ഇത് വേറെ ഒരു ഐറ്റംസാണ്, പൂവിടുന്ന ഒരു ചെടിയാണ്. പിന്നെ കുറച്ച് മുളകുകളൊക്കെ പഴുത്തു പോയിരുന്നു. അതൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതെല്ലാം പറിച്ചെടുത്തു. പിന്നെ വേനൽക്കാലമായതുകൊണ്ട് മുളകിൻ്റെ കാലാവധി എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാം ഉണങ്ങാറായിട്ടുണ്ട്. ഇപ്പോൾ തീരെ മുളകൊന്നുമില്ല, എല്ലാം തീർന്നു പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ പറിച്ചെടുത്തു. ഒരു ചമ്മന്തിക്കുള്ള മുളകെല്ലാം ഒത്തു കിട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ ഇന്നലെ എടുത്ത വീഡിയോസാണ്. പിന്നെ രാവിലെ ഇന്ന് ചായക്ക് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പത്തിൻ്റെ ദോശയാണ്. ആട്ടപ്പൊടിയും റവയും കൂടെ മിക്സിയിൽ അടിച്ച് ചേർത്ത് തയ്യാറാക്കിയതാണ് ഈ ദോശ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. ഒട്ടി പിടിക്കുകയുമില്ല. ഫ്രൈ പാനിലോട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിയെടുത്താൽ മതിയാകും. ആവശ്യത്തിന് ആട്ടപ്പൊടിയും അതിലോട്ട് കുറച്ച് റവയും എടുക്കണം. ആട്ടപ്പൊടിയുടെ കാൽഭാഗം മതിയാവും റവ. എന്നിട്ട് വെള്ളം പാർന്ന് കുറച്ച് നേരം കുതിർത്തെടുക്കണം റവ. എന്നിട്ട് മിക്സിയിലോട്ടിട്ട് അടിച്ചെടുക്കാം. പിന്നെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അപ്പോൾ തന്നെ ഇതുപോലെ ദോശക്കല്ലിലോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്രൈ പാനിലോ ഒഴിച്ച് ചുട്ടെടുക്കാവുന്നതാണ്. എല്ലാ കറിയുടെ കൂടെയും ഇത് നല്ല കോമ്പിനേഷനാണ്. പിന്നെ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ദോശ ചുട്ട് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പിന്നെ രാത്രിയിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുമൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇത്. പിന്നെ വീഡിയോസിന് ഒരു ലൈക്ക് തരാതെ പോവല്ലേ ആരും. നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.